മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം പരീക്ഷകളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ മലയാളം പരീക്ഷകളിൽ നമുക്ക് A+ കിട്ടുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല അല്ലെ. കാരണം എന്താണ്, മലയാളം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്നും മനസ്സ് വെച്ച് ശ്രമിച്ചാൽ എന്ത് ചെയ്യണോ, മലയാളത്തിൽ നമുക്ക് 40 മാർക്കും കിട്ടും. അപ്പൊ ആ 40 മാർക്ക് കിട്ടാനുള്ള കുറച്ച് പൊടിക്കൈകള്, കുറച്ച് ടിപ്പ് ഒക്കെ ആയിട്ടാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. അപ്പൊ മലയാളത്തിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാഠഭാഗങ്ങൾ. ഇപ്പൊ നമുക്ക് മലയാളം ഫസ്റ്റ് ആണെങ്കിൽ ഏകദേശം 5 യൂണിറ്റുകളിലാണ് നമ്മുടെ പാഠഭാഗങ്ങൾ വരുന്നത്. അതുകൂടാതെ കുറച്ച് ഉപപാഠങ്ങളോ അനുബന്ധ വാക്യങ്ങളോ ഒക്കെ ചോദ്യ രൂപങ്ങളാണ് അല്ലെ. നമുക്ക് പ്രവേശകത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ പാഠങ്ങൾ ഓരോന്നും ഏത് സാഹിത്യ രൂപത്തിലാണ് വരുന്നത്, അതായത് കഥയാണോ, കവിതയാണോ, നോവലാണോ, ഇങ്ങനെ ഏത് സാഹിത്യ രൂപത്തിലാണ് ഈ പാഠഭാഗങ്ങൾ ഓരോന്നും വരുന്നത്, അത് ഓരോന്നും എഴുതിയത് ആരാണ്, എന്താണ് ആ പാഠഭാഗത്തിന്റെ പ്രത്യേകതകള്, അതൊക്കെയാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മളുടെ ചോദ്യ മാതൃകകളാണ് അല്ലെ. മലയാളം പരീക്ഷയിൽ നമുക്ക് എത്രത്തോളം ഭാഷ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഇപ്പൊ ഉപന്യാസം, മുഖപ്രസംഗം, പ്രഭാഷണം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, കത്ത്, പത്രവാർത്ത തുടങ്ങി ഒരുപാട് ചോദ്യ രീതികൾ എങ്ങനെ വരാറുണ്ട്, നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് വരും അല്ലെ. അപ്പൊ അത്തരം ചോദ്യങ്ങൾ പഠിച്ചു വെക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലെ. അപ്പൊ ഈ ഓരോന്നിനും എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഘടനയുണ്ട്, ഓരോ ഫോമാറ്റ് ഉണ്ട്. അപ്പൊ ആ ഫോമാറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പഠിക്കാൻ പോകുന്നത്, ഉപന്യാസമാണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്, ഉപന്യാസമാണ്. അപ്പൊ എന്താണ് ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ആകർഷകമായി എഴുതുന്ന ഒരു ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയാ കേട്ടോ. അപ്പൊ ഉപന്യാസത്തിന് നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ്, ഉപന്യാസത്തിന്റെ ഫോർമാറ്റിൽ നമുക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, ഉപന്യാസത്തിന്റെ ഫോർമാറ്റിൽ എങ്ങനെയാണ്, 3 ഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ആദ്യം എന്താണ്, ആമുഖമാണ്. ആമുഖത്തെ നമ്മൾ എന്ത് പറയും, ഇൻട്രൊഡക്ഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ ആമുഖമാണ് ഒരു ഉപന്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം എന്താണ്, അതിലെ പ്രതിപാദ്യ വിഷയമാണ്. അതായത് എന്താണ്, നമ്മുടെ വിഷയ വിശകലനം അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയും അല്ലെ. മൂന്നാമത്തെ എന്താണ്, ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ ആണ്. അപ്പൊ ഈ ഒരു ഘടന പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഉപന്യാസം എഴുതേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് ആ ഘടന നമ്മൾ പാലിക്കേണ്ടത് എന്ന് നോക്കിയാലോ എങ്ങനെയാണ് പാലിക്കേണ്ടത് നോക്കിയാലോ. യെസ്, അതായത് ആമുഖം അല്ലെ. ആമുഖമാണ് ഒരു ഉപന്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കാരണം ആമുഖത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റിനെ, വിഷയത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിന് പാഠഭാഗവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുന്ന എവിടെയാണ്, ആമുഖത്തിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആമുഖം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെ, വിഷയത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആമുഖത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ഏതാണെങ്കിലും, ഇപ്പൊ പരിസ്ഥിതി ആണെങ്കിലും അല്ലെ, ഇപ്പൊ മാധ്യമങ്ങളെ കുറിച്ചിട്ടുള്ള ആണെങ്കിലും അല്ലെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപന്യാസമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ മെഗാ മാരത്തോൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, നമ്മൾ വളരെ ലളിതമായ വിഷയ കേന്ദ്രീകൃതമായ രീതിയിൽ എന്ത് ചെയ്യണം, ആമുഖത്തിൽ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ നമ്മുടെ വിഷയത്തെ പരിചയപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, പ്രതിപാദ്യമാണ് അല്ലെ, ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിഷയത്തെ വിശകലനം ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഉപന്യാസത്തിന്റെ വിഷയത്തെ എന്ത് ചെയ്യണം, നമ്മൾ പല ഭാഗങ്ങളായിട്ട് നമ്മൾ വിശകലനം ചെയ്യണം അല്ലെ. അപ്പൊ അതിൽ നമുക്ക് കവിവാക്യങ്ങൾ ഉപയോഗിക്കാം, അതേപോലെ എന്താണ്, കോട്സുകൾ ഉണ്ടാവാം അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ധരണികളൊക്കെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മനോഹരമായ രീതിയിലുള്ള ഒരു പാരഗ്രാഫുകൾ, ഖണ്ഡികകൾ തിരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രതിപാദ്യം അല്ലെങ്കിൽ വിഷയ വിശകലനം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, കൺക്ലൂഷൻ ആണ്. അവസാനത്തെ പാരഗ്രാഫിനെയാണ് അല്ലെ, അവസാനത്തെ ഖണ്ഡികയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അല്ലെ നിഗമനം, കൺക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ, നമുക്ക് ആ വിഷയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് എവിടെ എഴുതാം, നമ്മുടെ അവസാനത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഘടന എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഘടന എന്ത് ചെയ്യണം, ഈ ഒരു അല്ലെ ക്രമം അനുസരിച്ചാണ് നമ്മൾ ഘടന എഴുതേണ്ടത്. ഇതുപോലെ എന്താണ്,
നമ്മള് അല്ലെ പാരഗ്രാഫുകൾ തിരിച്ച് അല്ലെ ഖണ്ഡികകൾ തിരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഉപന്യാസം എഴുതേണ്ടത്. ശക്തവും ലളിതവുമായിട്ടുള്ള ഭാഷയിൽ എഴുതണം. കുറച്ചുകൂടെ വൃത്തിയുള്ള ഭംഗിയുള്ള കൈയക്ഷരത്തിൽ കൂടെ എന്താണ് നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്താണ് ഭാഷാപരമായിട്ടുള്ള ഭംഗി അല്ലെ, നല്ല ഭാഷയിലൊക്കെ നമ്മൾ എഴുതണം. ഉചിതമായിട്ടുള്ള പദങ്ങള്, വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ എപ്പോഴും തന്ന വിഷയത്തെ കുറിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ വിഷയ കേന്ദ്രീകൃതം അല്ലെ, നമ്മുടെ സ്വന്തം അഭിപ്രായത്തിനും എന്താണ് നമ്മുടെ ഉപന്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, മുഖപ്രസംഗമാണ്. മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്ന് പറയും അല്ലെ. എന്താണ് മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പത്രത്തിന്റെ മെയിൻ പത്രാധിപർ തയ്യാറാക്കുന്ന അല്ലെ വാർത്തയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സമകാലികമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തെയൊക്കെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, മുഖപ്രസംഗങ്ങൾ നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇതും 7 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, മുഖപ്രസംഗം എന്ന് പറയുന്നത് എന്താണ്, 7 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. 7 മാർക്കിന് തന്നെയാണ് ഉപന്യാസവും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉചിതമായ ഒരു തലക്കെട്ട് നമ്മൾ നൽകണം. അതേപോലെ എന്താണ് വിഷയത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. നമ്മൾ നേരത്തെ ആമുഖം അല്ലെ, അതേപോലെ എന്താണ് ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്നൊക്കെ ഉപന്യാസത്തിന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം, ഒരു അല്ലെ വിഷയത്തിന് എന്താണ് നമ്മൾ ഉപവിഷയങ്ങളാക്കി ഖണ്ഡികകളാക്കിയിട്ടൊക്കെ ഇവിടെ തിരിക്കണം. നമ്മൾ മുഖപ്രസംഗം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സമൂഹത്തിന്റെ മനോഭാവങ്ങൾ എഴുതണം. കാര്യകാരണ സഹിതമാണ് നമ്മുടെ വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. വിഷയം ക്രമീകരിച്ച് അല്ലെ അത് എന്താണ് ഒരു ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒന്നായിട്ട് എന്ത് ചെയ്യണം, അതിനെ എഴുതണം എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് തോന്നിയ പോലെ ഒന്നും എഴുതരുത്. ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൂടെ ഒരു ക്രമത്തിൽ എന്ത് എഴുതണം, നമ്മൾ മുഖപ്രസംഗം എഴുതണം. അവസാനം ആശയ വ്യക്തതയോടുകൂടെ നമ്മുടെ മുഖപ്രസംഗം അവസാനിപ്പിക്കുക. അവസാനത്തെ പാരഗ്രാഫിൽ തന്നെയാണ് നമ്മുടെ നിഗമനം വരുന്നത്. അതിലെന്ത് ചെയ്യണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ കൂടെ നമ്മൾ അടയാളപ്പെടുത്താൻ ശ്രമിക്കണം. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, പ്രഭാഷണമാണ്. പ്രഭാഷണവും പ്രസംഗവും ചിലപ്പോൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രഭാഷണവും പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വേദിയിൽ അല്ലെ നിന്നിട്ട് ആളുകളോട് സംവദിക്കുന്നതാണ് അല്ലെ. അപ്പൊ പ്രഭാഷണത്തിൽ എപ്പോഴും എന്താണ് ഒരു ആഹ്വാനത്തിന്റെ ഭാഷയാണ്, ശക്തമായ ഭാഷയിലാണ് പറയേണ്ടത്. എന്നാൽ ലളിതമായ ആളുകൾക്ക് എന്താണ് മനസ്സിലാവുന്ന അല്ലെ, അതായത് സംസാരിക്കല്ലേ ചെയ്യണേ അല്ലെ. അതുപോലെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അഭിസംബോധന ചെയ്യണം അല്ലെ. അപ്പൊ അഭിസംബോധന വളരെ പ്രധാനപ്പെട്ടതാണ് പ്രഭാഷണത്തില്. പ്രഭാഷണവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രഭാഷണം എങ്ങനെയാണ്, വിഷയ കേന്ദ്രീകൃതമായിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം ആസ്പദമാക്കിയിട്ടാണ് പ്രഭാഷണങ്ങൾ ചോദിക്കുക. പ്രസംഗം പക്ഷെ എന്താണ്, ഒരു വിഷയത്തിൽ നിന്ന് പല പല വിഷയങ്ങളിലേക്ക് ഇങ്ങനെ വഴി തെറ്റി അല്ലെ, എന്താണ് പല ഉപവിഷയങ്ങളിലേക്കൊക്കെ പ്രസംഗത്തിൽ പോകും. പക്ഷെ പ്രഭാഷണം എപ്പോഴും വിഷയ കേന്ദ്രീകൃതമായിട്ടാണ് ചോദിക്കുക. ഇനി നമുക്ക് 7 മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം അല്ലെ. നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങള് നമ്മുടെ മലയാളം ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കഥാപാത്ര നിരൂപണം എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പൊ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ കഥാപാത്രത്തിന്റെ വേഷം, രൂപം, സ്വഭാവം, അവർക്ക് കഥയിലുള്ള സ്ഥാനം അല്ലെ, സംഭാഷണങ്ങള്, ഇതൊക്കെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം, കഥാപാത്ര നിരൂപണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് നമുക്ക് പലപ്പോഴും മലയാളം ഫസ്റ്റിൽ ചോദിച്ചു കാണാറുള്ളത് പാഠപുസ്തകത്തിന് പുറത്തുള്ള ഏതെങ്കിലും കവിതയോ മറ്റൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആദ്യം നന്നായിട്ട് അത് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ആശയം അല്ലെ, ആമുഖം ഉണ്ടാവണം, ആശയം എഴുതണം. ആ വരികളുടെയൊക്കെ ആശയം എന്താണ് കൃത്യമായ രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത് ചുരുക്കി എഴുതണം. അതിലെ പദങ്ങളുടെ ഭംഗി, ആദ്യാക്ഷര പ്രാസമുണ്ടോ, അന്ത്യാക്ഷര പ്രാസമുണ്ടോ, ദ്വിതീയാക്ഷര പ്രാസമുണ്ടോ, ഇങ്ങനെ വ്യാകരണപരമായിട്ടുള്ള എന്താ പറയാ പ്രത്യേകതകൾ ഉണ്ടോ നോക്കണം. പദങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടോ, ശബ്ദ ഭംഗിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ എഴുതണം അല്ലെ. എന്നിട്ട് നമുക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, നമുക്ക് എന്താണ് ആ കവിതയെ കുറിച്ച് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആ ഒരു അല്ലെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ തന്നിരിക്കുന്ന കൃതിയെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം കൂടെ എവിടെ എഴുതണം, അവസാനത്തെ ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതണം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് 7 മാർക്കിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ പഠിച്ചു വെച്ചോളാം കേട്ടോ. ചിലപ്പോൾ 5 മാർക്കിന് എന്താണ് കഥാപാത്ര നിരൂപണങ്ങൾ ചോദിക്കുക, ഉപന്യാസവും അതേപോലെ മുഖപ്രസംഗവും ഒക്കെ നമുക്ക്, പ്രഭാഷണമൊക്കെ നമുക്ക് 7 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30ക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ ലൈവ് ഉള്ളത്. അപ്പോൾ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പാഠഭാഗങ്ങളൊക്കെ സെറ്റ് ആക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ലൈവുകളിൽ സെറ്റ് ആക്കാം.